Hello guys, another episode of A Baby in Yellow. ഇപ്പോൾ ഈ മഞ്ഞയിൽ കുഞ്ഞ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നിനക്ക് അറിയണ്ടേ? എനിക്കും അറിയണം. കളിച്ചു നോക്കാം. ആക്ട് 1 അവൻ എന്നെ പിടിച്ചിട്ട് ആക്ട് 1 എന്തൊക്കെയോ ചെയ്ത്. ആക്ട് 2 ആണ് ഇപ്പോൾ കളിക്കാൻ പോകുന്നത്. ആക്ട് 1 എന്താ നൈറ്റിനെ കുറിച്ചായിരുന്നു. നൈറ്റ് 1, നൈറ്റ് 2, നൈറ്റ് 3. ഇതിപ്പോൾ ആക്ട് 2 ആണ്. എന്തൊക്കെയുണ്ടെന്ന് അറിഞ്ഞൂടാ. അതിൻ്റെ ഭയം നോക്കണമെന്ന് പറഞ്ഞു. നോക്കിയില്ല. ആക്ട് 1, ആക്ട് 2 കളിയാം. ലിഫ്റ്റിൽ കയറിയപ്പോൾ തന്നെ പെണ്ണുമ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താണോ മറ്റേ ഞായറാഴ്ച ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു, കണ്ടായിരുന്നു. അതിന് മുമ്പ് ഷോർട്സ് ഒക്കെ കണ്ടായിരുന്നു. കാണണ്ട ഇതൊക്കെ. ഓക്കെ, എൻ്റെ അടുത്ത് അപ്പാർട്ട്മെന്റിലോട്ട് എൻ്റർ ചെയ്യാണ്. നമ്മളെ അപ്പാർട്ട്മെന്റ് ഏതാണ്? 10ാമത്തെ റൂം നമ്പർ 10. ഓ ഗൈസ്, സാഡ് മൂഡ്. ഇന്നലെ എങ്ങനെ കിടന്ന വീടാ കണ്ട ഗൈസ്. അടുക്കളയിലൊക്കെ പുക. എന്താണ് ഇവിടെ ഇട്ടിട്ട്? എടാ മസ്താങ് ഇട്ട് കത്തിച്ച ഇവിടെ. മസ്താങ് GTR ഇട്ട് കത്തിച്ച ഇവിടെ ഇട്ടിട്ട്. അത്രയും കാര്യം ഉണ്ടല്ലോ അതിനകത്ത്. എന്താണ് കാണിച്ച്? നമ്മളോട് ആ കൊച്ചിയർക്കൻ്റെ റൂമിലോട്ട് പോകാൻ പറയുന്നുണ്ട്. കൊച്ചിയർക്കൻ്റെ റൂം ഇതല്ലേ? അട്ടല്ല ഗൈസ്. നമ്മുടെ റാബിറ്റി അവനിറങ്ങി ഓടുന്നു. കൊച്ചു വന്നി എന്താ റോപ്പ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ തോളില്. ഫോളോ ദ റാബിറ്റിനെ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. ചെയ്യാം. റാബിറ്റ് വിട്ടാ പോലെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ട് ഓടുന്ന. എടാ ബെന്നി. റാബിറ്റ് എവിടെ പോടാ? റൂം തുറന്നു പോയാ റാബിറ്റ് എവിടെ പോയി? കാൽപ്പാടുണ്ടായിരുന്നല്ലേ ഇവിടെ. കിടന്ന് ഉറങ്ങാ അവൻ അപ്പം തന്നെ പോയി നമ്മളോട് വരാനായിട്ട്. എന്താടാ മോനെ? എന്താടാ കൊച്ചാനെ? ഓക്കെ, ഇനി എന്തായിരിക്കും നടക്കുന്നത്? കാത്തിരുന്ന് കാണുക തിങ്കൾ മുതൽ വെള്ളി വരെ. ഓക്കെ, പിഗ്മാൻസ് മെഡൻസ് എന്താണാവോ? സ്പീഡിലൊന്നും വായിക്കാൻ പറ്റില്ല. പിഗ്മാൻസ് മനസ്സിലായി. ബാക്കി ലിഫ്റ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ. ലിഫ്റ്റിൻ്റെ ഉള്ളിൽ. എന്തിൻ്റെ ഉള്ളിൽ പറയൂ? ലിഫ്റ്റിൻ്റെ ഉള്ളിൽ. ലിഫ്റ്റ് കുലുങ്ങുന്നുണ്ടല്ലോ. കരണ്ടടിച്ച് കരണ്ട് പോയത്. നീ പേടിക്കണ്ട റാബിറ്റ്, നിൻ്റെ കൂടെ ഞാനുണ്ട്. അന്ന് ഞാൻ ചാവുന്നുണ്ടെങ്കിൽ നിന്നെ കൊന്നോട്ടെ ഞാൻ ചാവത്തുള്ളൂ. ഓക്കെ, നമ്മളോട് ലിഫ്റ്റ് പറഞ്ഞു. പാവ ഇവൻ ഓടുന്നടാ. അവനെ ഫോളോ ചെയ്യണം. അവനെ ഫോളോ ചെയ്യണം. അവനെവിടെ പോകുന്നടാ? കൊച്ചിയർക്ക എവിടെ പോയവൻ? ഓടിക്കളഞ്ഞൂടാ നീ. ഇവിടെ കയറി ഇരിക്കണോ കൊച്ചി കള്ളൻ? ഞാൻ കയറട്ടെ. ആരടാ നീ? പപ്പുമോനെ കളിക്കല്ലേ. അവിടെ റൂമിനകത്ത് അവിടെ അവൻ പെട്ടെന്ന് ഒരു റൂം ഉണ്ടാക്കിയ. അവനെന്താ വല്ല ടെക്നീഷ്യനാണോ? വല്ല അതിൻ്റെ ആ സമയത്ത് തന്നെ ഉണ്ടാക്കിയ അവൻ റൂം. ഓക്കെ, നമ്മൾ അവനോട് എടുക്കാനാണ്. എടാ താടാ. എടാ അവൻ താക്കോലെടുത്ത് അരുന്നില്ലടാ. താക്കോലടാ മോനെ, കളിക്കല്ലേ. ഞാൻ കാലേ വാരി നിലത്തടിക്കും. താക്കോലെന്താ? എവിടെ പോയവൻ? എവിടെ പോയവൻ? നമ്മൾ അതൊന്നും അല്ല ചെയ്യേണ്ടത്. എന്തോ ചെയ്യണം. ഇതെന്താണ്? ഇത് പാട്ട് പാടുന്നത് ഇതിനകത്തിട്ടല്ലേ? ഇതിനകത്ത് വയ്ക്കാൻ പറ്റുമോ? ഓ ഗായ്സ്, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ടാക്റ്റിക്കലായിട്ട് മൂവ് ചെയ്താലേ ജയിക്കത്തുള്ളൂ. ഇനി ഇവിടെ എന്തെങ്കിലും വേറെ വല്ല സാധനങ്ങളുണ്ടോ? അറിയത്തില്ല, നോക്കട്ടെ. നീ അവിടെ നിന്നോളാം. നിൻ്റെ അടുത്ത് വന്ന ഗായ്സ് അടുത്ത് കിട്ടി മച്ചാനെ. അതിവിടെ വെക്കാം. ഓക്കെ, ഇനി ഓർണം കൂടാ. എടാ ചെറുക്കൻ അവൻ. അപ്പോൾ നമ്മൾ അവനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അവനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പാട്ട് പാടി കൊടുക്കുമ്പോൾ അവൻ എന്തോ ചെയ്യും? ആ കീ നമുക്ക് തരും. കൊള്ളാടാ. പാടുന്ന നമ്മൾ മ്യൂസിക് വായിക്കാം. ആ ചെറുക്കനെ പോലെ ഉണ്ടല്ലോ ഇത്. ഇതാ ചെറുക്കനെ പോലെ ഉണ്ടല്ലോ. കൊണ്ടിട്ട് പ്ലേ ചെയ്യാൻ പോണേ. ആ ചെറുക്കൻ ചത്ത. അവിടെ പാട്ട് കേട്ടിട്ട് അവൻ ചത്ത്. ആ മായാവിയെ പോയി. ഇവിടെ ഒരു സ്വിച്ച് വന്ന്
എന്താണ് സ്വിച്ച് സീക്രട്ട് ബട്ടൺ? ഇതെവിടെ സ്ഥലമൊക്കെ തെളിഞ്ഞു. നമ്മളെന്തിലോട്ട് ഫെയിലായിട്ടുണ്ട് കേട്ടാ. ഇതെന്താണ്? വാട്ട്? നമ്മളിതൊന്നും അല്ല ചെയ്യേണ്ടത്. നമ്മൾ വേറെ എന്തോ ആണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തോ കയറാനൊക്കെ പറയുന്നുണ്ട്. കയറട്ടെ? കയറും. ഞാൻ കയറും. പിന്നെ ഇതെന്താ പോ. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫോൺ എന്താണ് എന്തോ ക്രാക്ക് ചെയ്യാനായിട്ട് എന്തോ ഒരു ടൂളിനെ പറ്റി പറയുന്നുണ്ട്. ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ടൂൾ എന്താ ഉള്ളത്? ക്രോബാർ ഉണ്ടോ? ക്രോബാറില്ല. അതേ ചുറ്റികയുണ്ട്. ഓ ഗൈസ്, ചുറ്റി വെച്ച് അടിച്ചു പൊളിക്കാൻ പറ്റും. ഓക്കെ. അയ്യോടാ അത് വലിച്ചു. ഇങ്ങോട്ട് വന്നു. ഓക്കെ, ഇതെടുക്കുക, അടിച്ചു പൊട്ടിക്കുക, അടിക്കുക നേരത്തെ തന്നെ 2 അടി എങ്ങാണ്ട് അടിച്ചപ്പോൾ പൊട്ടി വന്നില്ലേ? എനിക്ക് കയറാം. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? പപ്പു എന്താ എഴുതി വെച്ചത്? അടിച്ചുപിടിക്കുക. ഓക്കെ, കണ്ടില്ലേ ഗൈസ്, ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ആ പപ്പു മോനെ നമ്മൾ ചേമ്പിലയിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അവൻ്റെ കണ്ണിനകത്താണ് അവൻ്റെ പവർ. ചെറുക്കൻ പപ്പുമോൻ. നമ്മൾ പപ്പുമോനല്ല, അവനിക്ക് വേറെ എന്തെങ്കിലും ഒരു പേര് ഇടണം ഗൈസ്. എന്ത് പേരായിരിക്കും ഇടേണ്ടത്? ഈ ഗൈസ് ഇവിടെ എന്താണ് സീക്രട്ട് മ്യൂസിക് സിസ്റ്റം. ഗൈസ് ഇങ്ങനെ തന്നെ കളിക്കേണ്ടത്. നമ്മളവൻ്റെ പുറകെ പോകത്തേ ഉള്ളു. വെറുതെ നിന്നിട്ട് സമയം കളയാണ്ട് നമ്മൾ എത്ര സ്പീഡിൽ ചിന്തിക്കുന്ന അത്ര സ്പീഡിൽ. ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ് ഗൈസ്. ഞാൻ കുറേ നേരം അവൻ്റെ പുറകെ നടന്ന്, എന്നിട്ട് ബാക്കിയുള്ള ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുക. അവൻ്റെ പുറകെ കുറേ നേരം പോയപ്പോഴാണ് എനിക്കത് കിട്ടിയത്. അത് നമ്മളിവിടെ പറയാൻ പാടില്ലല്ലോ. നിങ്ങളാരും പറയരുത് കേട്ടോ. ഞാൻ കട്ട് ചെയ്ത്. ഓക്കെ, ഞാൻ കുറേ നേരം അവൻ്റെ പുറകെ പോയി അവൻ മാഞ്ഞു പോകുന്നു. അപ്പം ഞാനെന്തോ ചെയ്ത് പേപ്പർ കിട്ടി. അത് അവിടെ തൊട്ടാണ് നിങ്ങൾ കണ്ടത്. ഓക്കെ, നമ്മൾ ആ പാട്ടിട്ട് കൊടുത്തിട്ടുണ്ടോ എനിക്ക്? ഇതെന്താണ്? ചെറുക്കം വന്നടാ, കൊച്ചു വന്നി. എന്താ നോക്കി പേടിപ്പിക്കുന്ന? നമുക്ക് ഡോർ തുറക്കണം ഗൈസ്. തുറക്ക്. അയ്യോ, ഇത്ര ഉള്ള കളി. ഇതേ അവിടെ വെച്ചിട്ടാണല്ലോ കാണിക്കുന്നത്. നമ്മളാ താറാവല്ലേ? എന്തായിരുന്നു? റാബിറ്റ്. ഇതല്ല ലോക്ക്. ഇവിടെ ഒന്നും ഇല്ലല്ലോ. അവൻ റാബിറ്റ് മോനെ ചായ കുടി. റാബിറ്റ് എന്താടാ മാഞ്ഞു പോയാ ചെറുക്കൻ? അവനെ നീ കൊന്നാളാ. ഇവൻ്റെ പേര് നമുക്ക് എന്തിടും? അവൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് ഒരു ബേബി ആയിട്ട് പറയാൻ തോന്നുന്നില്ല. ഓക്കെ, ഇവിടെ തുറന്നു വന്നു ഗൈസ്. അവിടെ ലിഫ്റ്റ് നെക്കിയിട്ട് തുറക്കുന്നു വരുന്നില്ല. ഇവിടെ തുറന്ന് നമ്മൾ തുറന്നു. ഇവിടെ തുറക്ക് മോനെ, തുറക്ക്. എവിടെ ഗൈസ്? അവിടെ അതേ ആ കൊച്ചു വന്ന്. അവൻ എന്തുവാടാ കാണിക്കുന്ന? റാബിറ്റ് കൊന്നാ നീ അവനാ? പേടിപ്പിക്കാതെ പോടാ. എൻ്റെ റാബിറ്റിനെ കൊന്ന്. തുറക്കാൻ പറ്റുന്നില്ല, ലോക്കി കിടക്കുക. പവർ റൂം. നമ്മുടെ ലിഫ്റ്റിൽ പവർ ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ പവർ റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. പവർ റൂം തുറക്കൂ. പവർ റൂമിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? പൂച്ച. 4 എണ്ണം. നമ്മൾ 4 പൂച്ചയെ പിടിച്ച്. എന്താണ് ഇവിടെ? അതിനകത്ത് ഫ്യൂസ് ഇട്ട് കഴിഞ്ഞാൽ പവർ വരുമെന്ന്. അതെ, ഇവിടെ ഒരു ഫ്യൂസ് കിടപ്പുണ്ട്. ഫ്യൂസ് എടുക്കുക. നീലനകത്തല്ലേ ഉണ്ട്? നീലനകത്ത്. ഇവിടെ തുറക്കണക്ക്. അങ്ങോട്ട് തുറക്കുക, കയറ്റുക, അടയ്ക്കുക. ഇനി എന്താണ്? ഇനി എവിടെ പോണ്ട? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? എവിടെ ഇനി പോണ്ടേ? മറ്റേ ഫ്യൂസ് കാണുന്നില്ല. എന്താ തലയിൽ ഹെൽമെറ്റ് വെക്കാല്ലേ? തല പൊട്ടുന്നു. ഹെൽമെറ്റ് എന്തോ ഇവിടെ ഇരിക്കുന്ന. പിന്നെ അത് മറ്റേ ആ പപ്പു മോനിട്ട് അവനിട്ട് കൊടുത്ത എന്താണ് കേസ്? ഒരു സ്റ്റോറിൻ്റെ സാധനമല്ലേ? കോയിൻ
കോയിൻ. ഓ കോയിൻ എടുത്ത് ഇതിനകത്തിട്ടിട്ട് ഇതിൽ നിന്ന് അതെടുക്കാം. കോയിൻ എടുത്ത് ഇതിനകത്ത് വെക്കുക. എന്നിട്ട് അതിനകത്ത് കിടക്കുന്ന ആ നമ്പർ കണ്ട ഗൈസ്, നമ്മുടെ C2 ആണ്. സി എന്ത് സി മാറല്ലേ? സി എന്ത് സി നിൽക്കുന്നില്ലടാ. സി 2 1 2 3 4 1 2 2 ചെറിയൊരു വിറയിലുണ്ട്, കൈ വറക്കുക. ഓക്കെ. ഓ ഗൈസ് ഫ്യൂസ് വന്ന്. ഐ ആം സോ ബ്രില്യൻറ്റ് യു നോ. ഓക്കെ കോള എടാ നമ്മൾ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്തു ഗൈസ്. ഓക്കെ എടുക്കുക. അവിടെ നിന്ന് അങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യണം പറയൂ മല്ലയ്യ. ഇതെടുത്തിട്ട് ഇതിനകത്ത് അത്ര എടാ കൊച്ചു വന്ന് നീ എന്ത് കാട്ടാ കാണിച്ച് എന്നിട്ട് മാഞ്ഞിരിക്കുന്ന എൻ്റെ ഫ്യൂസ് പോടാ. ഇവൻ എന്തിട്ട് കാട്ടായാണ് കാണിക്കുന്നതാ? നീ എന്താ കാണിച്ച് ചുവരലടിക്കത്തല്ലേ പന്നി? ഇല്ലായ്മ കാണിക്കുന്ന നിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീ തന്നെ ഡിസൈഡ് ചെയ്യും. നിന്നെ എൻ്റെ കൈ കിട്ടാൻ കാത്തിരിക്കുക. എന്താ നിനക്ക് ഇപ്പം പ്രേതത്തിൻ്റെ പവറൊന്നുമില്ലേ? നിനക്ക് ഇപ്പം പ്രേതത്തിൻ്റെ പവറൊന്നും ഇല്ലടാ. ചുവരലടിക്കത്തുള്ളൂ പിടിച്ചിട്ട് വന്നേ. ഞാൻ എന്തേലും ചെയ്യുന്നതിൻ്റെ പുറകെ നീ വന്ന് കഴിഞ്ഞ ഇനി എൻ്റെ സ്വഭാവം മാറ്റിക്കല്ലേ. നിന്നെ ഇതിനകത്തിട്ട് പൂട്ടിയാലാ. തുറക്ക് ഇതിനകത്തിട്ട് പൂട്ടിയാലാ. പൂട്ടട്ടേടാ, പൂട്ടട്ടെ. അതിനാ നീ തന്നെ പറ, പൂട്ടട്ടെ. പറടാ വെച്ചെറുക്ക. എന്നാ നീ ഇപ്പം ചിരിക്കുന്നില്ലടാ. ചിരിക്കണ തലയിട്ട് അടുപ്പിക്കുന്നില്ല. കലയിലും കൊച്ചെറുക്കന്മാർ ഇഷ്ടമില്ലാതെ ഇത്രയും പേടിപ്പിച്ചാൽ മതി വയസ്സ് ഈ ചെറുക്കനേക്കാ. അയ്യോ അവിടെ അതെന്തേ? ഫ്യൂസ് എടുക്കട്ടെ. ക്യാമറ ഫ്യൂസ് എടുക്കുക. അതിനകത്ത് കുത്തി കയറ്റി വെക്കുക. കുത്തി കയറ്റി അങ്ങോട്ട് വെക്കുക. ഓക്കെ കറക്റ്റ്. എടാ നിനക്ക് എന്താണ് വല്ല വയ്യേ? എന്നിട്ട് അവിടെ സുഖിച്ച് കയറിയിരിക്കുന്ന നിനക്ക് എന്താടാ? നിന്നെ ഞാൻ വല്ലതും ചെയ്യാൻ വന്നാ? ഇതിനകത്തിട്ട് പൂട്ടാ. നിന്നെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവിടെ കയറി കിടക്കും. അയ്യോ ഇവിടെ കിടക്കാനുള്ള എടുക്കുക. അതിനകത്ത് വെക്കുക. ചിരിയും കൂടെ അങ്ങോട്ട് കേട്ടിട്ട് വെച്ചിട്ട് അതിനകത്ത് വെക്കുക. അടയ്ക്കാൻ അടച്ച്. ഇനി മേലാ വന്ന് പോയത്. അതിൻ്റെ കാലയ്യോ തറയി കിടക്കാനുള്ള. കോയിൻ എടുക്കട്ടെ. ലിയോ അത് ശ്രദ്ധിച്ച ലിയോ മെസ്സിടാ. മെസ്സി ഒരു കോയിൻ എടുക്കുക. അതിൻ്റെ പേരെന്തോ ഉണ്ടായിരുന്നു. ആ പേര് ഞാൻ മറന്നുപോയി. C2 ആട്ടെ. C2 1 2 C2 വന്നിട്ടുണ്ട്. ഓക്കെ ഇതെടുത്തിട്ട് ഇതൊക്കെ അങ്ങോട്ട് വെക്കാം. ഓക്കെ കാര്യം കഴിഞ്ഞ്. എടാ ഇവൻ ഇത് എന്തിൻ്റെ ക്രിമിയാടിയാ? എനിക്കറിയാൻ വയ്യാത്തോണ്ട് ഇവനെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പാടില്ലേ? ഇവനെന്തോ ഇവിടെ നിന്ന് എടുത്ത് കളയണോ നമുക്ക്? ഇവനെന്തോ ചെയ്യണം ഗൈസ്. അവിടെ എന്താണ് ഒരു പൂട്ട് ഗൈസ്? ഇവിടെ ഇവൻ ഇടണമെന്ന് തോന്നുന്നു. ഇവിടെ ഇട്ട് കഴിഞ്ഞ പിന്നെ വരത്തില്ലെന്ന് തോന്നുന്നു. അവിടെ എന്താണ് എഴുതിയിരിക്കുന്ന? എന്താണ് 17 ഗൈസ്? 17 വെച്ചിട്ട് എന്താണ്? വേറെ എവിടെയെങ്കിലും നമ്പർ വല്ലതും ഉണ്ടാവും. ലാസ്റ്റ് 17 ആട്ടോ. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് നോക്കാം. ഓ ഗൈസ് ബോഡി കണ്ട 43. ഫസ്റ്റ് 43, ലാസ്റ്റ് 17. അപ്പോൾ നമുക്ക് അത് അടിച്ചു നോക്കാം. ഇവിടെ 1 2 3 4 1 2 3 43 1 7 7 ഇങ്ങോട്ട് വന്നതിനേക്കാൾ നല്ല ഇങ്ങോട്ട് വന്നു. 43 17. ഓക്കെ തുറന്നു. എടാ ഇങ്ങനെയാണ് ഇവനെ കളയേണ്ടത്. ഇനി ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. എന്തായാലും നോക്കട്ടെ. ഇതിനകത്തിട്ട് അങ്ങ് അടയ്ക്കാം അവനെ. ഇനി അവൻ വരുന്നത് എനിക്കൊന്ന് കാണണം. അവൻ്റെ മുട്ടുകാല് കല്ലൂടി ഇതിനെ. ഇവിടെ
ഹാമറല്ലേ ഇത്? ഓക്കെ ഫ്യൂസ്. ഹാമർ എടുത്ത് തലക്കടിച്ച് വിട്ടാൽ മതിയായിരുന്നു. അതിനടുത്ത് കളയേണ്ടി വന്നു ലാസ്റ്റ്. ഓക്കെ അത് വെച്ച് അടച്ചുപിടിപ്പിച്ച് അടുത്തടുത്തുമ്പോൾ നടക്കട്ടെ. നമ്മൾ ചെയ്യുന്നെങ്കിൽ എല്ലാം നല്ല ഇതാണ്, നീറ്റായിട്ട് ചെയ്യണം. ഇനി എന്താ? ഓ ലിവർ പിടിച്ച് വലിക്കുകയാണെന്ന് പറയുന്നത്. സോറി തെറ്റടിച്ചു. ലിവർ പിടിച്ച് വലിക്കുക. ഓക്കെ ലിഫ്റ്റിന് പവർ വന്നിട്ടുണ്ടെന്നാട്ടോ പറയുന്നത്. ലിഫ്റ്റിന് പവർ വന്നിട്ടുള്ളത്. ലിഫ്റ്റിന് പവർ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോക്കണമല്ലോ. തുറക്ക്. ഇത് മെസ്സേജ് കൊച്ചു വന്ന് ഇതിനകത്തുണ്ട്. നമ്മളിച്ചിരി സ്ലോ ഇത് സൗണ്ട് കുറച്ചിട്ട് കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞൂടാ. സൗണ്ട് കുറച്ചിട്ട് കളിക്കുമോ ഗൈസ്? ഇതെന്താണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? ഡു നോട്ട് ലീവ് കാണിച്ചു തരാടാ. ഡു നോട്ട് ലീവ്. ഞാൻ പോവും ഇവിടെ നിന്ന് രക്ഷപ്പെടും ഞാൻ. ഡു നോട്ട് ലീവ്. നമുക്ക് ലിഫ്റ്റ് തുറന്ന് കയറാമല്ലോ ഗൈസ്. 21 ബ്രഹ്മയുഗം. എൻ്റെ മോനെ ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടി. അയ്യോ ആ അയ്യോ 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 ഇവിടെ 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 ചെറുക്കനെ ഭ്രാന്തായ ചെറുക്കൻ വീണ്ടും വന്നടാ. ഇതാണ് ഇവ പരമേശ്വരത്തിലത്. അയ്യോ അവിടെ പൂട്ടിയിട്ട അതിൻ്റെ ഇടയ്ക്ക്. താക്കോല് 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 ഇവിടെ കുടുങ്ങി ഇവിടെ കുടുങ്ങി കുടുങ്ങി. അയ്യോ അയ്യോ ഞാൻ ഒന്ന് സ്ലോ ആയിട്ട് കളിച്ചപ്പോഴത്തേക്കും അമ്മമാർ പണി തന്നെയാണ് മലപ്പുറത്ത് 2 കൂട്ട്. അയ്യോ ഇതിൻ്റെ കുത്ത് കുത്ത് കയറി 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 അതിനകത്ത്. അയ്യോ തറയിൽ പോയി. ടെൻഷൻ അടിക്കുന്നു. എവിടെയാണോ പോയത്? അയ്യോ വരുന്നു 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 വരുന്നു. എനിക്ക് വയ്യ. ഞാൻ പോയി. ഞാൻ തോറ്റി. അയ്യോ ഗുഡ് നൈറ്റ്. തോന്നാസം കാണിച്ചിട്ട് ഗുഡ് നൈറ്റ് എന്ന്. ഇനി നമ്മൾ സ്ലോ ആയിട്ട് കളിക്കാം. സ്ലോ ആയിട്ടല്ല നല്ല അവൻ്റെ വരവ് എന്താ ഇവിടെ. അയ്യോ 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 ഓടാ 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 ഇങ്ങനെ ഓട്. താക്കോൽ എടുക്കുക. അയ്യോ തറയിൽ പോയി. തറയിൽ പോയി. അയ്യോ ഇത് ഞാൻ നോക്കൂന്ന് തോന്നുന്നു. താക്കോലെടുക്ക്. ഓട് നേരെ നോക്കി ഓട്. നോ എസ്കേപ്പ്. ഞാൻ എസ്കേപ്പ് ആവും. ഓക്കെ ഇവിടെ ഈ സാധനം ഇതെടുത്തിട്ട് ഇവിടെ ലോക്ക് അയക്കുക. ഇനി മറ്റേതെന്താ ഇവിടെ കാണുന്നില്ലല്ലോ. മറ്റേതെന്താ? അയ്യോ മറ്റേതെന്ത്? അതെ മറ്റേ തുറക്ക്. തറയണല്ലോ. എടുത്ത് തുറക്കടാ. അടുത്ത് തുറക്ക്. എടാ അത് എടുക്ക്. അയ്യോ പിടിച്ചടാ. ഇനി ആദ്യം തൊട്ട് ചെയ്യണോളാ. ഓ പിടിച്ചടാ. ഇപ്പൊ നമ്മൾ കളിച്ച പോലെ കളിച്ചാൽ മതി ഗായ്സ്. അതും പറഞ്ഞിങ്ങനെ പോയി തോക്കരുത്. പിടിക്കണം. ടച്ച് ചെയ്യാം. വരിക. ദേവന് ഇവിടെ വരുന്നുണ്ട്. നമ്മൾ സ്പീഡിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്. ഇവിടെ താക്കോല്. സണ്ണെന്നൊക്കെ എഴുതിയിരിക്കുന്നത്. സണ്ണല്ല സൂര്യൻ. ഓക്കെ അവിടെ തുറന്നിട്ട് നീ ഇതുവഴി. നോ എസ്കേപ്പ്. ഞാൻ എസ്കേപ്പ് ആവും. ഇപ്പം കണ്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതെടുത്ത് തുറക്കാം. ഇതാണ് ഇത് അടിയിലത്തെ അല്ലേ ഇത്. അതുകൊണ്ട് അടിയിലത്തെ അല്ലേ. അപ്പം നമ്മൾ അടിയിലത്തെ തുറക്കാം. ഇനി മറ്റേ എന്ത് അതെ അയ്യോ അവരിട്ട് മുട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്തായാലും തുറക്കൂലെന്ന് തോന്നുന്നു. നമുക്കിങ്ങനെ സാവകാശം എന്തെങ്കിലും ചെയ്താൽ മതി. അയ്യോ സാവകാശമല്ലടാ. എന്നാലും സ്പീഡിൽ ചെയ്യണോളാം. അവനെ ചെറുതായിട്ടൊന്ന് ഓടാനുള്ളൊരു സമയം തന്നെ. അയ്യോ ഇനി ആദ്യം തൊട്ട് കളിക്കണ. ഇനി നമ്മൾ പേടിക്കാതെ വേണം കളിക്കാൻ ഗൈസ്. അയ്യോ പേടിക്കാതെ വേണം കളിക്കാൻ. പേടിക്കരുത്. സ്പീഡിലോട്. ഇത് ഇവിടുന്ന് താക്കോല് തുറക്ക്. ഇവിടെ തുറ. ഓക്കെ അടുത്ത് അങ്ങോട്ടല്ല ഇങ്ങോട്ട്. പെട്ടെന്ന് പോടാ. സമയമില്ലടാ. ഇങ്ങോട്ടല്ലേ പോകേണ്ടത്? ഇങ്ങോട്ടാണോ? അയ്യോ ഇനി നമ്മൾ കളിക്കും. ഇനി നമ്മൾ ജയിക്കും. കണ്ടോ കൊള്ളാൻ പോവാം. ഓക്കെ തൊട്ട്
സ്പീഡിൽ ഇവിടുന്ന് താക്കോൽ അങ്ങോട്ട് നോ എസ്കേപ്പ് ആവും. ഓട് മറ്റേ താക്കോൽ ആകാശനീല എടുക്ക്. തുറക്കേ എടാ തുറക്കടാ. ഓക്കെ, അടുത്തത് മറ്റേ ഏതോ അയ്യോ ബാക്കിലോട്ട് പോലെ ഇത് എടുക്ക് തുറക്ക് രക്ഷയോടെ തുറക്കടാ. ഓക്കെ അവൻ അടച്ചു വെച്ച്. ഇനി ഇവിടുന്ന് ഓടണം. ഇനി ഇവിടെ നിൽക്കാനൊന്നും പാടില്ല. ഓട് ഇവിടെ അയ്യോ കൺട്രോൾ പോടാ. അയ്യോ ഞാൻ പറഞ്ഞു ഇതാ എനിക്ക് ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നുന്നു. ഒന്നുകൂടെ നോക്കാം. നമ്മൾ അവനെ ഒന്ന് നോക്കണം. നമ്മൾ നേരെ ഓടിക്കുക. നമ്മളെ ഫോണിന് ഞാൻ പറയില്ലേ ഇതിനൊരു കുഴപ്പമുണ്ട്, സെൻസിറ്റിവിറ്റിക്ക്. അപ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടാവും, ലാഗ് ഉണ്ടാവും. തുറക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടും. അവനെ നോക്കണ്ട. ഞാൻ എസ്കേപ്പ് ആവടാ. എന്നിട്ട് ഇവിടുന്ന് 2 കീടുക. 2 ഒന്നിത് എന്നിട്ട് അടിയിൽ തുറക്കുക. രണ്ടാമത്തത് പേടിക്കാതെ വേണം കളിക്കാൻ. സ്ലോ ആയിട്ട് ഞാൻ കളിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലാഗ് അടിക്കാൻ ചെയ്യുന്നത് അവന് സ്പീഡ് വന്നു. ഇനി നമ്മളിവിടെ നിന്ന് ഓടണം. ഇനിയാണ് ഓടേണ്ടത്. തൊട്ട് ഓടി ഇനി പേടിക്കണ്ട. ഇനി നമ്മൾ പേടിക്കണ്ട. ഓ ഇവിടെ മരത്തിൻ്റെ അത് കുടുങ്ങി. ലിഫ്റ്റ് അടക്കി. അവൻ നടന്നു വന്നതാ. ഇനി നടന്നു വരാൻ അറിയാട്ടോ ഞാൻ അവനെ പൊക്കിക്കൊണ്ട് പോകുന്നത് എല്ലായിടത്തും. ഓക്കെ, നമ്മൾ എന്തോ കംപ്ലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. എക്സിറ്റ്. അടുത്തത് എക്സിറ്റിലോട്ടാണ് കളിക്കാൻ പോകുന്നത്. എക്സിറ്റ് നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ട്. പ്രസ് ചെയ്തപ്പോൾ തന്നെ ലിഫ്റ്റിലോട്ടാണ് തുറന്നു വരുന്നത്. ഇനി വീണ്ടും ലിഫ്റ്റിൽ തന്നെയാണോ കളി? എനിക്കറിഞ്ഞൂടെ എൻ്റെ അതേ ഇരിക്കുന്നത്. എടാ നീ എന്താടാ ഇത് കണ്ടോ? ഇവിടെ കക്കൂസ് വന്നു ഗൈസ്. ഇവിടെ കക്കൂസ് അല്ലായിരുന്നല്ല. എന്താണിത്? ഇതെന്താണിത്? കീഴ്ത്തടി മേളൊരു തുറക്കാനുണ്ടായിരുന്നു. ഓ ഇവിടെ എന്താണ് ഇങ്ങനത്തെ ഒരു ലോക്കാണല്ല. ഇവിടെ ലോക്ക് ചെയ്തിരിക്കുന്നു. എന്താണടാ ഇത്? ഇത് കണ്ട? എടാ ഇവിടെ അടുക്കള വന്ന്. ഇനി ഇവിടെ വല്ലാതെ ഉണ്ടാ നോക്കട്ടെ. മറ്റേ താക്കോല് അതുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇല്ല, അതിൻ്റെ താക്കോല് ഇവിടെ വല്ലതും ഉണ്ടാകും. നോക്കാം നമുക്ക്. ഓ അത് കളാവോ? എന്തിനുള്ള നോക്ക്. ഇവിടെ നോക്ക്. പാല് ഇവന്മാർ പറയുന്ന പോലെ ഫീഡ് ചെയ്യാനാണെങ്കിൽ അവിടെ അങ്ങനെ ഒരു ഇത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് ബേബിയെ ഫീഡ് ചെയ്യണ്ട. നേരത്തെ അവൻ നമ്മളെ ട്രാക്കുളായിട്ട് വന്ന് അടിച്ചില്ല. അതിന് പക തീർക്കുക. അതോ അതിൻ്റെ ഉള്ളിൽ പോയി. അയ്യോടാ ഇത് എൻ്റെ തറയെന്ന് വീണോണ്ടിരിക്കുന്നു. ഗെയിം ബഗ്ഗായി. ആവട്ടെ, ചെറുക്കൻ എന്താണ് എനിക്ക് കാണുമ്പോൾ തന്നെ അടിക്കാൻ തോന്നുന്നു. ഇപ്പോൾ എനിക്ക് വേണ്ട നിന്നെ. നീ എന്തത് കാട്ടായ കാണിച്ച എന്നോട്. ഇവിടെ നിന്ന് 2 തോയ് കിട്ടുമെന്ന്. തോയ് കിട്ടുമെങ്കിൽ ഇങ്ങ് താ. പ്രസ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ലെന്നോ. പിന്നെ ഈ ടി വി നമുക്കിത് മാറ്റാൻ പറ്റുന്നു. സ്വിച്ച് മാറുന്നൊന്നുമില്ല. അത് തന്നെ വന്നിരിക്കുന്നു. എന്താടേ ഇത്? മണ്ടയ്ക്ക് ഞാൻ എന്തോ ഒരു സാധനം കണ്ടായിരുന്നു. അയ്യോ കീറി അതിൻ്റെ ഉള്ളിൽ. അതിന് മുമ്പ് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. മറ്റേ താക്കോൽ ഇവിടെ ഉണ്ടോ പറ. ഇവിടെ ഇല്ല. ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി നോക്കാം. ഇതിവിടെ താക്കോൽ ഗൈസ് കണ്ട. ഞാൻ പറഞ്ഞില്ല മണ്ടയ്ക്ക് എന്തോ ഉണ്ടെന്ന്. മണ്ടയ്ക്ക് ലിഫ്റ്റാണ്. ലിഫ്റ്റിൽ കയറി നമുക്ക് ഈ വീട് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. എക്സിറ്റ് എന്താടാ? KCBക്കാർ പണി മുടക്കാണ് ഇന്നും. എന്താടാ? ടേക്ക് ദ ബേബി സ്ലീപ്പിംഗ് ബെഡ്. ബേബിനെ കൊണ്ടിട്ട് ബെഡിൽ കൊണ്ട് കടത്താൻ ചെയ്യണം ഗൈസ്. ഇതും ചെയ്യൂടാ ഞാൻ.
ഇവിടെ ഇനി വല്ലതും കാണോ? ഇതെന്താണ് ഇത്? രണ്ടാമത്തെ ഇതായ അതെന്താടാ അത് വേരൊക്കെ കിളിച്ച് കിടക്കുന്നത്? വീടിൻ്റെ ഉള്ളിൽ വേര് വിളിച്ചാ? നീയാണോടാ ഇവിടെ കൊണ്ട് ചെടി കണ്ടത്? സ്വിച്ച് ചെയ്തിട്ട് കാര്യമില്ല ഗായ്സ്. ഞാൻ വിചാരിച്ച് മര്യാദയ്ക്കാവുന്നു, പക്ഷെ നേരത്തെ പോലെ തന്നെയാ. ഇനി എൻ്റെ തെറ്റുമല്ലോണോ ഗായ്സ്? ഇതിവിടെ അടുക്കളയല്ലായിരുന്നു ഈ ഭാഗത്ത്. വീടൊന്ന് തലതിരിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ തോന്നലാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഗായ്സ് പൈപ്പ് തുറന്നപ്പോൾ കണ്ട കാടി വെള്ളം. കക്കൂസ് നമുക്ക് ഫ്ലഷ് അടിക്കാൻ പറ്റും ഗായ്സ്. ഫ്ലഷ് അടിച്ച് തുറന്നേ കക്കൂസ് ടാങ്ക് ക്ലീൻ ആക്കടാ. കക്കൂസ് ടാങ്ക് ക്ലീൻ ആക്കത്തില്ല ഉമ്മാരൊന്നും. പൈസയില്ല. എൻ്റെ പപ്പയും മമ്മിയും നാട്ടിലില്ലാതിരുന്നത് നന്നായി അന്നേ എനിക്ക് പറയാനുള്ളു. വെളിയിലോട്ട് ഓടിയാലാ ഓടാനൊന്നും പറ്റത്തില്ല. മണ്ടയ്ക്ക് കയറി വല്ല സെർച്ച് ചെയ്താലാ എന്തെങ്കിലും കണ്ടാലാ? ഇത് ലോക്ക് ഓ ഇത് തുറന്ന് നടക്കുക. എടാ പച്ചവാൽക്കുരങ്ങ. അയ്യോ ഇതല്ലേ ഇത് തുറക്ക്. ഇനി ഇവിടെ ബെഡ്റൂം. അയ്യോ പൂടിച്ചു പോയി പോളാ പഠിപ്പിക്കാനായിട്ട്. ഇവിടെ എന്താണ് ഇനി? അവിടെ മറ്റേ ലവിൻ്റെ താക്കോല് ലിഫ്റ്റിക്കറി നോക്കിയാലാ? അത്രയും തുറന്നില്ലേ? ഇനി വെളിയിൽ പോകാൻ പറ്റുമായിരിക്കും. ഇവിടെ ലവിൻ്റെ താക്കോൽ ഇവിടെ പൊട്ടിച്ചിട്ടിരിക്കുക. വീണ്ടും KCBയുടെ പരസ്യം. ഓക്കെ. ഇവിടെ എത്തുമ്പോൾ നല്ലൊരു പാട്ടൊക്കെ ഉണ്ട് ഗൈസ്. ഈ താക്കോലും കൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് തുറക്കാം. എന്നിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാം. എക്സിറ്റ്. ഓക്കെ. ഇവിടെ ഇവിടെ തുറക്ക്. തുറന്ന് ഓട്. ഓട്. എക്സിറ്റ്. കണ്ട ഇങ്ങനെയായിരുന്നു നമ്മൾ കളിക്കണ്ട. അല്ല അവനിക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെയൊന്നും പറ്റത്തില്ല എന്ന് എനിക്കറിഞ്ഞൂടാ. അവിടെ ആയിരുന്നു എക്സിറ്റ് എന്ന് കൊടുത്തത്. അവിടെ ഇപ്പോൾ എക്സിറ്റ് ഒന്നുമില്ല. നമ്മളെ പൊട്ടനാക്കും ഇട്ടിട്ട്. ഓപ്പൺ ആണിത്. നല്ലൊരു ശാന്തമായ അന്തരീക്ഷം. ടേക്ക് ബേബി കൊണ്ട് ബേബിയെ കൊണ്ടിട്ട് കിടത്താനാണല്ലോ പറയുന്നത്. കിടത്തണോ ഗൈസ്? വാടാ. നിന്നെ കൊണ്ടുപോയിട്ട് അവിടെ കിടത്തിട്ട് വരാം. എന്താ ചിരിക്കുന്ന? മോറടിച്ച് വിളിക്കും കേട്ടോ. എന്നെ നോക്കി അവൻ ചിരിക്കുന്നവൻ. വാ ഇവിടെ ആണോ? ഇവിടെ തുറക്ക്. എടാ പോടാ. എത്തി. ഭ്രാന്തെടുക്കുന്നുണ്ട് എനിക്ക്. അവൻ്റെ റൂം തുറക്ക്. ഇതിനകത്തല്ലേ കിടത്തോണ്ടത്? ചലഞ്ച് കംപ്ലീറ്റ് ആയി. ഞാൻ എടുക്കാനൊക്കെ പറയുന്നുണ്ടല്ലോ. അതിനെടുക്കാനൊന്നും വരുന്നില്ല. ഇതെന്തോടാ? ക്ലോക്ക് എല്ലാം ഉണ്ടല്ലോ. കണ്ട വീണ്ടും ബേബിയെ കൊണ്ട് അവിടെ കിടത്താനേ പറയുന്ന. കിടത്താം. ഞാൻ കിടത്ത് ഇവിടെ അല്ല. ഇവിടെ വളക്കി വണ്ടി വിട്. ഇവിടെ നിന്നിങ്ങനെ പോ. അയ്യോ ഇവിടെ തന്നെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വളച്ച് ചാടി പോടേ. കുഞ്ചി അമ്മയ്ക്ക് 5 മക്കളാണേ. അയ്യോ കളഞ്ഞ്. അഞ്ചാമനോമന കുഞ്ചു ആണേ. പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു. പഞ്ചാര കുഞ്ചു എന്ന പേര് വന്നു. അപ്പോ ഇനി എൻ്റെ പുറകെ വന്നു പോരുത്. മറ്റേത് പൂച്ച. ഓക്കെ തുറക്ക്. ഇത് ലൂപ്പാ ഗൈസ്.
ഡെഫിനറ്റ്ലി ഇത് ലൂപ്പാ. കണ്ട ലൂപ്പാ ഇത്. ഇവനവൻ്റെ ബോളുമായിട്ട് നിൽക്കുന്നു. നീ പോ എനിക്ക് വേണ്ട, നിന്നെനിക്ക് വേണ്ട. അയ്യോ എന്താ അവൻ്റെ ഇവിടെ ഒന്നും എടുക്കാം. പക്ഷെ നിന്നെനിക്ക് വേണ്ട. എനിക്ക് അവിടെയും വേണം. നിന്നെനിക്ക് വേണ്ട വേണ്ട വേണ്ട. അയ്യോ അവൻ്റെ ബേബി എന്നും പറഞ്ഞ് നടന്നിരിക്കുക. പോ 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 വിട് 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 കൂടാ ഡോർ എടുക്കാൻ പറ്റും. ലുക്കാ അയ്യോ പുറകിൽ പേടിച്ചു പോളാ. പോ ഇന്നൊന്നും എനിക്ക് വേണ്ട. കണ്ട ഇവിടെ തെറ്റ് കൊടുത്തിരിക്കുന്നു. ഇനി ചെയ്യരുതാണ്. ഞാൻ ഉപയോഗിക്കുന്ന ബുദ്ധി കൂടിയ ബുദ്ധിയാണ്. പോ വീണ്ടും അവിടെ തന്നെ. വാച്ച് ദി ബേബിയെ കൊണ്ട് വെട്ടിക്കടത്തുന്ന പോലെ ഫെയിലായി. വാച്ച് ദ ടി വിന്ന്. അയ്യോ എന്തോ കളിയാ ടി വിയിലോട്ട് നോക്കാൻ പറയുന്നത്. ടി വിയിലോട്ട് നോക്കുമ്പോൾ നമ്മൾ പോകുന്നു. അതെന്താണത്? ടി വി നോക്കാതെ വേണമെന്ന് തോന്നുന്നു ഇവിടെ പറയുന്നത്. ഇവരുടെ കമാൻഡ് നമ്മൾ നോക്കരുത്. ആര് പറയുന്ന കമാൻഡ്? അയ്യോ അയ്യോ പോയി. ഇനി എത്രയും കൊണ്ട് സ്പീഡ്. അയ്യോ പോയി പോയടാ പോയി. നീ ഒന്നുകൂടാ വാച്ച് ടി വി. നോക്കത്തില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും നോക്കത്തില്ല. ഇല്ല നോക്കൂല. എന്താണ്? അയ്യോ ഇനിയും ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അയ്യോ അടിയിലുണ്ട്, തറയിലുണ്ട്, മുകളിലുണ്ട്, സൈഡിലും. പോയി നിന്നാരാ? ഓക്കെ തുറന്നിട്ട് ഇതുവരെ പോയി. അവിടെ കാണരുത്. ഇതുവരെ പോയി. ഇങ്ങനെ പോയി. നോക്കരുത്. ഇങ്ങനെ പുറകോട്ട് തെറ്റിനങ്ങ് പോവാം. അയ്യോ പോയി ഓക്കെ പോയി. ഓ ഇല്ല പോയില്ല. ഓക്കെ അവിടെ ഇവിടെ പോ വെട്ടിച്ചോള്. അയ്യോ ഓ പോടാ. ഇത് നമ്മളെ ജയിച്ചിരിക്കും. അവൻ്റെ ഉണക്ക ടി വി വാച്ച് ചെയ്യാനായിട്ട് പറയുന്നത്. ജാമ്പുവിൻ്റെ കാലത്തുള്ള ടി വി. പോന്ന് ടി വി നമ്മൾ ലോക്ക്. അയ്യോ പോയി. ഇല്ല പോയില്ല. ഗായ്സ് ഇത് എങ്ങനെയായാലും നമ്മളിവിടെ ജയിച്ച് എന്താടാ? പോയി. ഞാൻ പറഞ്ഞില്ല ജയിക്കുന്ന ഗായ്സ്. ഇത് നമ്മൾ ജയിച്ച്. അയ്യോ എടാ ഇത് എന്തുവാടേ ഇത്? ഓക്കെ സ്പീഡിൽ പോ. ഓക്കെ കാമിയോങ്കിർ ജീവൻ എന്താ? ടി വി അവിടെയുണ്ട്. ടി വി ഓക്കെ ഇവിടെ ഈ ടി വി ഉണക്ക ടി വി എടുത്ത് വെച്ചിരിക്കുന്നു. ജാമ്പുവിൻ്റെ കാലത്തുള്ള ടി വി. ഓക്കെ പോയി. ഇത്ര എന്നിട്ട് പോകുന്നൊക്കെ പറഞ്ഞ ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഗായ്സ്. തീർന്നു. ഓക്കെ ജയിക്ക് തീർന്നടാ. വേണ്ട ഇതെന്താണിത്? വാച്ചത ടി വി നമ്മൾ ഫെയിലായി. അടുത്ത എന്തോ പറയുന്ന ഇന്നെന്തോടാ നമ്മളിവനെ ഗൈസ് എത്തിച്ചാൻ പോവാ നമ്മൾ. അയ്യോ ഇതെന്താടാ ചരിഞ്ഞരിഞ്ഞു പോകുന്ന വേൾഡ്. റാബിറ്റ് ഇതേ പിടിച്ച്. റാബിറ്റ് പിന്നെ സീന. അയ്യോ ചരിഞ്ഞങ്ങ് പോടാ. അയ്യോ അതേ ഡോറൊക്കെ തുറന്നു. നമുക്ക് ഇതുവരെ കയറിപ്പോവാം. ഓക്കെ ആരോ കാലയെ പിടിച്ചോണ്ട് പോകാൻ. എൻ്റെ ഇതെവിടെയാണിത്? എവിടെയാണ് എന്നിട്ടിരിക്കുന്ന? ഇവിടെ ഏതാ സ്ഥലമെന്ന് എനിക്ക് മനസ്സിലായി ഗൈസ്. ഇവിടെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണല്ലോ ഇവിടെ. ഇവിടുത്തെ ഡോർ തുറന്നു ഗൈസ്. ഇവിടെ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അടുത്ത മെസ്സേജ്.
ഇവിടെ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതെ ഇതേ എച്ചിട്ട് അങ്ങനെ ഇരിക്കാണ്. നീ എങ്ങോട്ടാടാ പോകേണ്ടത്? നീ എങ്ങോട്ടാ പോകേണ്ടത്? ഓ നീ എങ്ങോട്ടാ പോകണ്ടേ? നീ ഈ കണ്ണ് ഇതുവരെ പോകണം. ഓ ഇതുവരെ പോകണം. അടുത്ത മെസ്സേജ് ഡോറ് നമ്മൾ ചെല്ലാൻ കാത്തിരിക്കുക. സെൻസർ നമ്മൾ ചെല്ലാനായിട്ട് കാത്തിരിക്കുക. സെൻസർ മോനെ സെറ്റ്. ഓക്കെ, ഇതിനകത്തുനിന്ന് വളഞ്ഞ് വള റാബിറ്റിൻ്റെ സ്റ്റോറി അല്ലേ ഗൈസ്? ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെയാണ് അവൻ എന്നെ നോക്കിയെന്ന്. കൊണ്ടോ നമ്മൾ പറഞ്ഞു കൊടുത്ത സ്റ്റോറി നമുക്ക് തന്നെ പറഞ്ഞായിരുന്നു. പോടാ പോയി തടുത്തിപ്പോയി കളിയടാ. ഓക്കെ ഞാൻ ഇതിനകത്ത് തുറക്കണം. എന്നിട്ട് ഇങ്ങോട്ട് പോവാം. ഇതെന്താണ്? അയ്യോ ഇനി ഇങ്ങോട്ട് തന്നെയല്ലേ വരാൻ പറ്റും. അല്ല ഓ ബേബിയുടെ റൂം ഇവിടെ ആക്കിയാ. ഇതെന്തൊക്കെ ഒരു ലൊക്കേഷനാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് ഡോറ് പൊളിച്ചടച്ചിരിക്കുന്നു ഇവിടെ. അയ്യോ ഇതെന്താടാ ചെറുക്കൻ കിടന്ന് കറങ്ങുന്നതിനകത്ത്. തലയടിച്ച് വീണ് ഗെയിം ഒന്ന് തീർന്നിരുന്നെങ്കിൽ. പേടിപ്പിക്കുവാണോ നീ? ബേബി എടുത്തിട്ട് വീണ്ടും ബെഡ് ഇഴുത്താനാ. ഇവൻ ഇന്ന് ബെഡ് ഇഴുത്തത്തില്ല. ഇവനെ ഞാൻ തോട്ടിക്കൊണ്ട് കളയാൻ പോവാം. ബെഡ് എടുത്താൽ വീണ്ടും ഇവിടെ തന്നെ വരും. നമുക്ക് ഇവിടെ നിന്ന് വലിച്ചെറിയാം ഇവനെ. റാപ്റ്റോൺ നോക്കിയിരിക്കുവാണോ? നീ പോ. നിന്നെ എനിക്ക് വേണ്ട. പോ. അതെന്താണ് പുതിയൊരു മിഷൻ വന്നിരിക്കുന്നു? എടാ പാലം വന്നടാ. ഞാനൊരു ഫസ്ട്രേഷൻ്റെ പുറത്തെടുത്ത് വലിച്ചെറിഞ്ഞ പാലം വന്ന്. എൻ്റെ മോനെ ഇതാണ് ചക്ക എന്ന് പറയുന്നത്. പാലം തെളിഞ്ഞു വന്ന്. ഇതുവരെ തന്നെ ആയിരുന്നു നമുക്ക് പോകേണ്ടത്. വാ നമുക്ക് പോടാം. റാബിറ്റിൻ്റെ പുറകെ പോവാം. അയ്യോ ആരടാ? രാജാവേ സോറി രാജാവേ. ഇവിടെ എന്താണ്? വട്ടം വന്നിട്ടൊരു വണ്ണ്. അവിടെ വട്ടം വന്നിട്ടൊരു വണ്ണ്. ഇവിടെ വട്ടം വന്നിട്ട് അപ്പം ഇതാണ് ഉറങ്ങേണ്ടത്. ഓഹോ ഇവിടെ കോഡൊക്കെ വെച്ചാളിയാ. കോഡ് വെച്ച് ഇവിടെ. ഇനി ഇവിടെ എല്ലാം കോഡുണ്ട്. ഇവിടെ കോഡ് നോക്കിയിട്ട് നമുക്ക് പോവാം. തുറക്ക്. ഇവിടെ ഇനി കോഡൊന്നും ഇല്ല. അയ്യോ ഹരിയാന അയ്യോ പൊട്ടാൻ വരുന്നു. അയ്യോ എങ്ങനെയല്ലേ രക്ഷപ്പെടണമല്ലോ ഇവിടെ നിന്ന്. അയ്യോ ഫീഡ് മീന്. നിന്റെ അമ്മയാണോടാ ഞാൻ നിനക്ക് വല്ലതും തരാൻ? ആദ്യം തൊട്ട് ആ പാലം തെളിഞ്ഞ് വന്നിടത്ത് തൊട്ട് കളിക്കണോടാ ഇനി. ഇവിടെ നിന്ന് അയ്യോ രാജാവ് ഇങ്ങോട്ടങ്ങ് പോയാൽ പോരെ. എന്തിനാ അവിടെ വരെയും പോകുന്നത്? ഇവിടെ പാലം വന്നിരിക്കുകയാണല്ലോ. മാറിയില്ലല്ലോ വയസ്സ്. നമ്മളിനി അതിൻ്റെ അടുത്ത് പോകണം. നേരത്തെ പോയ പോലെ അടുത്ത് പോയി. അതെ വട്ടത്തിനകത്ത് ഒന്ന് ഞാൻ അവിടെ പോയി. ഇപ്പം അവിടുത്തെ ഇത് മാറി. വട്ടത്തിനകത്ത് ഒന്നിനകത്ത് പോയി നിൽക്കണം. വട്ടത്തിനകത്ത ഒന്ന്. ഇനി തറയിലോട്ട് ഇറങ്ങി പോയി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കി ഡോറ് തുറക്കണം. ഡോറ് തുറന്ന് വെച്ചിട്ട് അയ്യോ ഇത് വരുന്നു കാലില്ലാത്ത മാട്. അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാനുള്ള നേരമൊന്നും എനിക്കില്ല. അയ്യോ ഫീഡ് മീ നോ എസ്കേപ്പ്. ശരിയാ എനിക്ക് എസ്കേപ്പ് ആകാൻ പറ്റത്തില്ല അതുവഴി. അയ്യോ വരുന്നു. അയ്യോ നമ്മളപ്പോൾ ഇതുവരെയല്ലേ വന്നു. നമ്മൾ വഴി തെറ്റിപ്പോയി നമുക്ക്. അയ്യോ വഴിതെറ്റിപ്പോയി. അയ്യോ ഫീഡ് മീ. ഇതുവഴി അപ്പോൾ പോകണ്ടേ? ഇതുവഴി. ത്രികോണത്തിൻ്റെ അടിയിൽ ഒന്ന്. ഇവിടെയാണ് ത്രികോണത്തിൻ്റെ അടിയിൽ. ഇവിടെ തന്നെ ഒന്നല്ല ത്രികോണത്തിന് അങ്ങനത്തെ ചരിച്ച് വെച്ച് തന്നെ ശരിയാ. ഇനി അടുത്ത് എന്താണ്? 4 പോലത്തെ ഒരു സാധനം.
4 4 4 എവിടെ എവിടെടാ? ആ മണ്ടയ്ക്ക് കയറി പോകണം അല്ലേ? 4 പോലെ ഇരിക്കുന്ന സാധനം കണ്ടാൽ മനസ്സിലാവും എനിക്ക്. അയ്യോ അടച്ച് ആ കൊട്ടുന്നുണ്ട് അവൻ. അയ്യോ 4 പോലത്തെ എന്താടാ കറങ്ങിക്കൊണ്ടിരിക്കണോ? 4 പോലത്തെ തോന്നുന്നു. 4 പോലത്തെ ഒന്ന് ആ അതെ 4 പോലത്തെ ഒന്ന്. വിട്ടോടാ. അതെ നമുക്ക് റാബിറ്റ് ഇതുവഴി പോകാനാ പറയുന്ന. നമുക്ക് ഇവിടെ കയറി കുഞ്ഞിക്കാം. കുഞ്ഞിക്കണ നേരെ പോയി. ഇവിടെ ഇവിടെ ഒരു വെൻറ്റ് ഗായ്സ്. വെൻറ്റിനകത്ത് നമുക്ക് കുഞ്ഞു പോകാം. വെൻറ്റിനകത്ത് നമുക്ക് കുനിഞ്ഞു പോകാം. നമ്മൾ തറയിലോട്ട് പോയി. അയ്യോ തറയിലോട്ട് പോയി. നമ്മളെന്താ ചെറുതായ? അയ്യോടാ അവൻ വലുതായി. നമ്മൾ ചെറുതായി. കൈസ് ഇത് എക്സിറ്റാന്ന് തോന്നുന്നു. ഇത് അവസാനമാണെന്ന് തോന്നുന്നത്. റാബിറ്റ് നമ്മുടെ പുറകിൽ ഓടുന്നുണ്ട്. ഇതാന്ന് തോന്നുന്നു കൈസ് അവസാനം. അയ്യോ ഡോർ അങ്ങോട്ടങ്ങ് പോടാ. ഇവിടെ റാബിറ്റ് നമുക്ക് വഴി കാണിച്ചു തരുന്നുണ്ട്. റാബിറ്റ് അതുവഴി പോകാനാ പറയുന്നത്. അയ്യോ റാബിറ്റ് അവിടെ പോയി വിളിച്ച്. അവനെന്തേ വരുന്നുണ്ടാ? അയ്യോയോ വഴിയേറ്റി പോയി. എഴുതുന്നത് ഓ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ വഴിയേറ്റി പോവേ. കളിക്കുമ്പോൾ മര്യാദയ്ക്ക് കളിക്കണേ. റാബിറ്റ് ഇത് വരുമോ? ഇത് റാബിറ്റ്. കേറ്. ഓക്കെ ഗായ്സ് കംപ്ലീറ്റ് ചെയ്തു മുത്തേ. നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്ത്. റൺ ലിറ്റിൽ റാബിറ്റ് യു റീ നോട്ട് ദി ഓൺലി വൺ ദെൻ വിൽ എലോ ബി എന്തോ ചെയ്ത്. ഓക്കെ അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും കാണണം, പിന്നെ കഴിയുന്നതും കാണണം. ഓക്കെ എന്താ ലോഡിങ് ആയി വരുന്നുണ്ട്. എച്ച്2 കംപ്ലീറ്റ് ചെയ്ത്. ആക്ട് 3 എന്തായാലും നമ്മളിപ്പോൾ കളിക്കുന്നില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ, ലവ് യു.